ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ചാനലിൽ ഫസ്റ്റായിട്ട് തുടങ്ങുന്നത് എന്താണ് എന്നുള്ളതാണ്. ഒന്നുമില്ല, അതായത് നമ്മളിപ്പോൾ നമ്മുടെ സിലബസും PYQയും എടുത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മൾ എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ളത്. സോ നമ്മുടെ ബേസ് സ്ട്രോങ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം NCERT സ്ട്രോങ് ആയി വായിച്ചിരിക്കണം. NCERTs വായിച്ചാൽ തന്നെ പ്രിലിംസിനൊക്കെ നേരിട്ട് തന്നെ NCERTയിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സോ നമ്മൾ ആദ്യം NCERTs തറവായിട്ട് വായിക്കുക എന്നുള്ളതാണ് കാര്യം. ഈ NCERT എങ്ങനെയാണ് വായിക്കേണ്ടത്, അല്ലെങ്കിൽ NCERT വായിക്കുമ്പോൾ തന്നെ നോട്ട് പ്രിപ്പയർ ചെയ്ത് പോകണോ, അത് NCERTൻ്റെ ബുക്കിൻ്റെ അവിടെ തന്നെ എഴുതി വെച്ചാൽ മതി എന്ന് കുറേ പേർക്കുള്ള ഡൗട്ടാണ്. ഫസ്റ്റ് വൺ, NCERT നിങ്ങൾ ആദ്യം 3 പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യം മാക്സിമം വായിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ നോട്ട് പ്രിപ്പയർ ചെയ്താൽ മതി. നമുക്ക് നോട്ട് ഒരു ബൾക്ക് നോട്ടല്ല വേണ്ടത്, ക്രിസ്പായിട്ട് നമുക്ക് ഈ പോയിന്റ് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ക്രിസ്പായിട്ടുള്ള നോട്ടാണ് വേണ്ടത്. അപ്പോൾ മാക്സിമം നിങ്ങൾ നോട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു ടോപ്പിക്ക് പഠിച്ചു, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ എടുത്തു. ഇൻഡസ് വാലി സിവിലൈസേഷനിൽ നിങ്ങൾ ഒരു ടോപ്പിക്ക് ടൗൺ പ്ലാനിങ് പഠിച്ചു. ഈ ടൗൺ പ്ലാനിങ്ങിൽ നിങ്ങൾ കുറച്ച് പോയിന്റ്സ് നിങ്ങൾ എഴുതി വെക്കുക. എന്നിട്ട് നിങ്ങൾ ഈ ടോപ്പിക്സ്, അതായത് ആ ടോപ്പിക്ക് നിങ്ങൾക്ക് റീകണക്ട് ചെയ്ത് നോക്കുക. ഓക്കെ, ഇന്നെന്ന പോയിന്റ് പറയുമ്പോൾ എനിക്ക് ഈ ടോപ്പിക്ക് മൊത്തത്തിൽ മനസ്സിലാവുന്നുണ്ട് എന്ന് മനസ്സിലാക്കി ആ പോയിന്റ്സ് മാത്രം നോട്ടിൽ എഴുതി വെക്കാൻ നോക്കുക. അങ്ങനെ നോട്ട് പ്രിപ്പയർ ചെയ്യാൻ നോക്കുക. മാക്സിമം 1-2 റീഡിങ്ങിന് ശേഷം മാത്രം നോട്ട് പ്രിപ്പയർ ചെയ്യുക. പിന്നെ ഒരു കാര്യം, NCERTs വായിക്കുമ്പോൾ അതിൻ്റെ അപ്പുറത്ത് തന്നെ പെട്ടെന്ന് ഒരു പെൻ വെച്ചിട്ട് എഴുതി, കുറേ സ്പേസസ് ഉണ്ടാവും ടെക്സ്റ്റിൽ, പെന്ന് വെച്ച് എഴുതി പോകുക. അല്ലെങ്കിൽ PDF വായിക്കുന്നവരാണെങ്കിൽ ഒരു A4 ഷീറ്റിൽ എഴുതി വെക്കുക. ഇതായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിട്ടുണ്ടാകും. സെക്കൻഡ് റീഡിങ്ങിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആ ടോപ്പിക്ക് മാത്രം വായിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവാൻ സാധിക്കും. പിന്നെ NCERTs വായിക്കുമ്പോൾ നിങ്ങളിപ്പോൾ 6th മുതൽ തുടങ്ങണം എന്നുള്ളത് ശരിയാണ്. 6th ഇപ്പോൾ ജോഗ്രഫി പോലുള്ള വിഷയങ്ങളാണെങ്കിൽ 6th മുതൽ തുടങ്ങണം. അല്ലാത്ത വിഷയങ്ങളാണെങ്കിൽ നിങ്ങൾ വായിക്കുമ്പോൾ ഓക്കെ ഇതെനിക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലെങ്കിൽ ഇതെനിക്കറിയാം എന്നുള്ള ടോപ്പിക്കാണെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത സ്റ്റാൻഡേർഡ് മുതൽ വായിക്കാൻ നോക്കണം. ഓവർ ടൈം നിങ്ങൾ അറിഞ്ഞ വിഷയത്തിന് ഇടാതെ അറിയാത്ത വിഷയങ്ങൾ പുതിയതായിട്ട് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ വേണ്ടി നോക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയുന്ന വിഷയങ്ങൾ നിങ്ങൾ സ്ട്രോങ് ആണോ എന്നുള്ളത് കൂടെ നിങ്ങൾ നോക്കണം. ദെൻ അടുത്തത് NCERTs പ്രിപ്പയർ ചെയ്യുമ്പോൾ നോട്ട് ബൾക്കായിട്ട് പ്രിപ്പയർ ചെയ്ത് ഞാൻ അപ്ലൈ പറഞ്ഞ പോലെ ക്രിസ്പായിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുക ചെയ്യണം. എല്ലാ വിഷയത്തിൻ്റെ NCERTസും 6th മുതൽ വായിക്കാൻ മാക്സിമം നോക്കുക. അല്ലാത്തവർ +1 +2 മാത്രം വായിക്കുക. നമ്മുടെ ചാനലിലൂടെ നമ്മളിനി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് NCERTs ക്ലാസ്സസ് ആയിരിക്കും ആദ്യം. അതായത് പോളിറ്റിൻ്റെ +1, ജോഗ്രഫീൻ്റെ 6th മുതൽ 12th വരെ, ഹിസ്റ്ററിൻ്റെ +1 +2, ആർട്ട് ആൻഡ് കൾച്ചർ +1, അങ്ങനെയുള്ള വിഷയങ്ങൾ, എക്കണോമിക്സ് +1, അതുപോലുള്ള വിഷയങ്ങളാണ് നമ്മൾ ഫസ്റ്റ് നമ്മുടെ ചാനലിൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആ NCERTs മൊത്തം പഠിപ്പിക്കുക എന്നുള്ളതല്ല, അല്ലെങ്കിൽ മൊത്തം നമ്മൾ ക്ലാസ് ഇടില്ല. നമ്മൾ ആ ടോപ്പിക്കിൽ നമ്മുടെ സിലബസിന് ആവശ്യമായിട്ടുള്ള ടോപ്പിക്സ് മാത്രം. ഇപ്പോൾ എക്സാമ്പിൾ ആണെങ്കിൽ ഏൻഷ്യനിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ, വേദിക് പീരീഡ്, പോസ്റ്റ് ഹ്യൂമൻ അങ്ങനെയുള്ള ടോപ്പിക്സ് നമ്മൾ പെട്ടെന്ന് കവർ ചെയ്ത് പോകും. അതേപോലെ NCERTs കഴിഞ്ഞതും നമ്മൾ PYQയിലേക്ക് പോകും. PYQ നിന്ന് എടുത്തിട്ടായിരിക്കും നമ്മൾ പുതിയ വിഷയങ്ങൾ പഠിക്കാൻ വേണ്ടി പോവുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ സിലബസിൻ്റെ ഓരോ ടോപ്പിക്ക്, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ തന്നെ, അപ്പോൾ അതിനെക്കുറിച്ചിട്ട് എന്താണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ, എന്താണ് ടൗൺ പ്ലാനിങ് തുടങ്ങിയ കാര്യങ്ങൾ അങ്ങനെയായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ടാവും. സോ നിങ്ങളെല്ലാവരും കറക്റ്റായിട്ട് ക്ലാസ്സസ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ബേസും അതുപോലെ തന്നെ നിങ്ങളുടെ വിഷയങ്ങൾ നിങ്ങൾക്ക് എൻട്രി ചെയ്ത് നിങ്ങളുടെ കണ്ടന്റ് എൻട്രി ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ലപോലെ ആൻസർ റൈറ്റിങ്ങിലാണെങ്കിലും സിലബസിലെ ടോപ്പിക്സ് മൊത്തത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ എല്ലാവരും ക്ലാസ്സസ് കറക്റ്റായിട്ട് കാണാം. വൈകാതെ തന്നെ നമ്മുടെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. NCERT ക്ലാസ്സസാണ് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യം നിങ്ങളുടെ ബേസ് നല്ലപോലെ സ്ട്രോങ് ആക്കുക. അതിനുശേഷം മാത്രം നിങ്ങൾ കണ്ടന്റിലേക്ക് പോകുക എന്നുള്ളതാണ്. പിന്നെ NCERTs വായിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വായിക്കരുത്. നിങ്ങളുടെ സിലബസിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം വായിച്ചാൽ മതി. അതേപോലെ തന്നെ നിങ്ങൾ കണ്ടന്റ്, അതായത് നിങ്ങൾ സിലബസിലേക്ക് വരുമ്പോൾ സിലബസിലും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വാരി വലിച്ച് ഡീപ്പായി ഒരുപാട് പോകണ്ട. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, മെയിൻസ് ക്വസ്റ്റ്യൻ്റെ മുൻ വർഷങ്ങളിൽ ചോദിച്ച PYQ എടുത്ത് നോക്കുക. ഓക്കെ, ഇതിന് ഇങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്, ജൈന ബുദ്ധ ഇങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ എന്താ പറയുക, പെട്ടെന്ന് നിങ്ങൾക്ക് കണ്ടന്റ് മനസ്സിലാവുകയും നമ്മൾ ക്രാക്ക് ചെയ്യാനുള്ള ചാൻസ് പെട്ടെന്ന് കൂടുതലാവുകയും ചെയ്യുന്നുണ്ട്. അതേപോലെ നമ്മുടെ PYQs നല്ലപോലെ മനസ്സിലാക്കി വെക്കണം. PYQ ആണ് നമുക്ക് തരുന്ന ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ക്ലാസ്സസ് പ്രത്യേകം കാണുക. നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ക്ലാസ്സസ് തുടങ്ങും. നമ്മൾ ആദ്യം തുടങ്ങുന്നത് NCERT ക്ലാസ്സസ് ആണ്. വൈകാതെ തന്നെ ഇതിൻ്റെ ബാക്കിൽ തന്നെ NCERT ക്ലാസ്സസ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നല്ലപോലെ UPSC പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാം. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് മുന്നേറാം. ആൻഡ് താങ്ക് യു.